നമ്മുടെ ചാനലൊക്കെ കാണുന്ന വാട്ടർ കളർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആർട്ട് ലവേഴ്സ് ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ വാട്ടർ കളറും ബ്രഷും വാട്ടർ കളർ ചെയ്യുന്ന പേപ്പറും വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നല്ലൊരു പെയിൻറ്റിങ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക, നമുക്ക് ഒരുമിച്ച് പെയിൻറ്റ് ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആദ്യം പറഞ്ഞുതരാം. ഇവിടെ ഞാൻ വാട്ടർ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ബ്രിസ്റ്റർ എന്നുള്ള ബ്രാൻഡിൻ്റെ 200 GSM A5 സൈസ് വാട്ടർ കളർ പേപ്പറാണ്. പെയിൻറ്റ് യൂസ് ചെയ്യുന്നത് റിനൈസാൻസ് എന്ന ബ്രാൻഡിൻ്റെ വാട്ടർ കളർ പെയിൻ്റ് ആണ്. ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള പെയിൻ്റ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എടുക്കുന്ന കളേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരുമിച്ച് പെയിൻറ്റിങ് ചെയ്യാം. പേപ്പർ എടുത്തിട്ടുണ്ട്. പേപ്പർ എടുത്തിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, പേപ്പറിൻ്റെ ടോപ്പ് മുതൽ ഈ ഒരു ഭാഗം വരെ, ഒരു മുക്കാൽ ഭാഗം വരെ ഒന്ന് വാട്ടർ ഉപയോഗിച്ചിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് വെറ്റാക്കണം. അപ്പം ഞാൻ പ്യുവറായിട്ടുള്ള വെള്ളം എടുത്തിട്ട് ബ്രഷിലെടുത്തിട്ട് ഇങ്ങനെ വെറ്റാക്കാണ്. അപ്പം അധികം കട്ടി കുറവുള്ള പേപ്പറൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചുളുങ്ങും. അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ ചെയ്ത് വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ എമൗണ്ട് കുറച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇത്രയും ഭാഗമാകുമ്പോഴേക്കും ഡ്രൈ ആയിട്ടിരിക്കണം. കാരണം ഇവിടെയാണ് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ മൗണ്ടൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സ്കൈ വരുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ വെള്ളം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ പാലറ്റിൽ യെല്ലോ, ഓറഞ്ച്, റെഡ് 3 കളേഴ്സ് എടുത്തു വയ്ക്കുക. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് റെഡ് കളറാണ്. റെഡ് കളറ് വാട്ടർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ഒന്ന് ചെരിച്ചു പിടിക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ ചെരിച്ചു പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ അടുത്ത റെഡ് കളറ് ടോപ്പിൽ നിന്നും ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുക, പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി വെള്ളം അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിങ്ങനെ സ്പ്രെഡായിട്ട് പൊക്കോളും. കുറച്ചിങ്ങോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് അതിലേക്ക് ഓറഞ്ച് കളർ മിക്സ് ചെയ്യണം. ഓറഞ്ച് കളർ നേരത്തെ മിക്സ് ചെയ്ത് റെഡിലേക്ക് മിക്സ് ചെയ്തിട്ട് ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇനി പ്യുവറായിട്ടുള്ള ഓറഞ്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അതും ഇങ്ങനെ താഴത്തേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പൊക്കെ വരാണെങ്കിൽ ബ്രഷിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം ഗ്യാപ്പൊക്കെ പോയി ഒരു ക്ലൗഡിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ? നോർമലി തന്നെ ഒരു ക്ലൗഡിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. ഇനി താഴത്തേക്ക് വരുമ്പോൾ യെല്ലോ എടുക്കുക, യെല്ലോ വെച്ചിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. താഴത്തേക്ക് വരുമ്പോൾ വാട്ടറിൻ്റെ എമൗണ്ട് പെയിൻറ്റിൽ ഞാൻ കൂട്ടുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ പെയിൻറ്റ് ഡ്രൈ ആയി. അതായത് അത്രയും ഭാഗത്ത് മാത്രമേ നമ്മൾ വാട്ടർ ഉപയോഗിച്ചിട്ട് നേരത്തെ വാഷ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഇനി ഇത് ഫുൾ ഉണങ്ങിയിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഫുള്ളൊന്ന് ഡ്രൈ ആവണം. വാട്ടർ കളർ പെയിൻറ്റ് പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ട് നമുക്കൊരു ഹെയർ ഡ്രയർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ചൂട് എയർ വരുന്നതുകൊണ്ട് നമുക്ക് വാട്ടർ കളർ പെട്ടെന്ന് ഡ്രൈ ആക്കാനായിട്ട്, പ്രത്യേകിച്ച് ഞാൻ ഇതുപോലുള്ള ട്യൂട്ടോറിയലൊക്കെ ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ഡ്രൈ ആക്കാനായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. കണ്ടോ? ഇപ്പോൾ ഓൾറെഡി അതൊരു ക്ലൗഡിൻ്റെ എഫക്റ്റിൽ, ഒരു സ്കൈയുടെ എഫക്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ മൗണ്ടൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കളേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2 ഡിഫറെൻറ്റ് കളേഴ്സാണ് വേണ്ടത്. ഒന്ന് ബ്ലൂ കളർ വേണം, ബ്ലൂ കളർ എടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഗ്രീൻ കളറാണ് ആവശ്യം. ഇപ്പോൾ ഒരു ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും ഒരു മിക്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്ലൂവും ഗ്രീനും എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പാലറ്റിലേക്ക് വെള്ളം എടുത്തിട്ട് ഫസ്റ്റ് ബ്ലൂ കളർ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ദൂരെ കാണുന്ന മൗണ്ടനാണ്, അപ്പോൾ ഒരു ചെറിയൊരു ബ്ലൂയിഷ് ഷെയ്ഡ് ഉണ്ടാവും. അത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ലൈറ്റായിട്ട് എടുക്കുക കേട്ടോ, അധികം ഡാർക്ക് ആക്കണ്ട. ദൂരെ കാണുന്ന മൗണ്ടൻ ആയതുകൊണ്ടാണ്. എന്നിട്ട് ഒരു മൗണ്ടൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുക.
നമ്മൾ ഔട്ട്ലൈൻ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ഷേപ്പ് അല്ലേ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. പിന്നെ മൗണ്ടൻസിൻ്റെ ഷേപ്പിൽ നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചേർത്തിട്ട് താഴെ ഒന്ന് ലയിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ലയിപ്പിച്ചെടുക്കണം. കണ്ടോ? ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത ലെയർ മൗണ്ടൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ ലെയർ മൗണ്ടൻസ് ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത ബ്ലൂ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി വെള്ളം കുറച്ച് കളർ കൂട്ടി മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കിട്ടും. അതിലേക്ക് ഒരു ഡ്രോപ്പ് ഗ്രീൻ ചേർക്കുക. ചെറിയൊരു ബ്ലൂവിഷ് ഗ്രീൻ കളർ കിട്ടും. അത് വെച്ചിട്ടാണ് നെക്സ്റ്റ് ലെയർ ഓഫ് മൗണ്ടൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ചെറിയൊരു ബ്ലൂയിഷ് ഗ്രീൻ ഉണ്ട്. അങ്ങനെ നെക്സ്റ്റ് ലെയറും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും ഉണങ്ങിയതിന് ശേഷമാണ് തേർഡ് ലെയർ മൗണ്ടൻ നമുക്ക് ചെയ്യേണ്ടത്. ആ ലെയർ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സെയിം പോലെ തന്നെ വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കുകയാണ്, കളറിൻ്റെ എമൗണ്ട് കൂട്ടുകയാണ്. ഗ്രീൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഒരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു കളർ നമുക്ക് കിട്ടുന്നുണ്ടാവുക, ഗ്രീനിഷ് ബ്ലൂ കളർ. അത് വെച്ചിട്ട് നെക്സ്റ്റ് ലെയർ മൗണ്ടൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് തേർഡ് ലെയറാണ്. അപ്പോൾ ഒരു ലെയറും കൂടി ചെയ്യാം, ഏറ്റവും ലാസ്റ്റ് താഴെ. ഇത് തേർഡ് ലെയർ മൗണ്ടൻസ് ആണ്. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഒരു ഭാവന അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഡ്രൈ ആക്കുകയാണ്. ഇനി അവസാനത്തെ ലെയർ, അത് ആക്ച്വലി ഞാൻ മൗണ്ടൻ ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ചെറിയൊരു തീരുമാനം മാറ്റി നമുക്ക് കുറച്ച് ട്രീസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും ഡാർക്ക് കളർ വേണം. അപ്പോൾ ബ്ലൂ നല്ല രീതിയിൽ ഡാർക്കായിട്ട് എടുക്കുന്നുണ്ട്, ഗ്രീനും മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടാണ് പെയിൻറ് എടുക്കുന്നത്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല തിക്കായിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ലൈൻ വരയ്ക്കുക. വെർട്ടിക്കലി കുഞ്ഞി ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ചാൽ മതി. പല സൈസിൽ വരയ്ക്കണം, ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുതൊക്കെ ആയിട്ട്. ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം. എന്നിട്ട് അതിന് ലീഫൊക്കെ ഉള്ള പോലെ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ബ്രഷ് വെച്ചിട്ട് തന്നെ ചെറിയ ഡോട്ടും ചെറിയ സ്ട്രോക്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കളർ നല്ല തിക്കായിട്ട് എടുക്കണം, നല്ല ഡാർക്കായിട്ട് എടുക്കണം, എന്നാൽ മാത്രമേ അത് വേറിട്ട് കാണുള്ളൂ. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. ഒരു പെയിൻറ്റിങ് തെറ്റിയെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ട്രൈ ചെയ്യുന്ന സമയത്ത് അത് ഇമ്പ്രൂവ് ആയി വരും. ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും താഴെ കുറച്ച് ട്രീസും അതിൻ്റെ ബാക്കിൽ നിരയായിട്ട് മൗണ്ടൻസും പിന്നെ നല്ല ഓറഞ്ചിഷ് റെഡ് യെല്ലോ കളറിൽ ക്ലൗഡും അല്ലെങ്കിൽ സ്കൈയും വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഉണങ്ങിയതിന് ശേഷം കുറച്ച് ഫിനിഷിംഗ് ടച്ചസ് ഉണ്ട്, അത് നമുക്ക് ഉണങ്ങിയതിന് ശേഷം ചെയ്യാം. ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ പേപ്പർ നല്ല രീതിയിൽ ചുളുങ്ങി വരുന്നുണ്ട്. അത് ഇതിന് കട്ടി കുറവുള്ളതുകൊണ്ടാണ്. കുറച്ച് GSM കൂടുതലുള്ള പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിവർന്ന് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇത് 200 GSM ആണുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇനി ഇവിടെ കുറച്ച് പക്ഷികൾ പറക്കണത് വരയ്ക്കണം. അപ്പം അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു പോയിൻ്റ് ബ്രഷാണ്. ഒരു പോയിൻ്റ് ബ്രഷ് എടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ബ്ലൂവിൻ്റെയും റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ എടുക്കാം. കുറച്ചും കൂടി ഒരു ഡാർക്ക് കിട്ടും, ചെറിയൊരു പെർപ്പിൾ വയലറ്റ് കളർ പോലത്തെ കളർ കിട്ടും. അത് വെച്ചിട്ട് ഇങ്ങനെ പക്ഷികൾ പറക്കുന്നത് ഇങ്ങനെ ചെറിയ ഷേപ്പ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വാട്ടർ കളറിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.
ബൈ.